ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ കഥ ഒരാൾക്ക് വിശദമാക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ. അങ്ങനെ സാധാരണ നമുക്കത് ഉണ്ടാകാറില്ല. പക്ഷേ ചില സിനിമകൾ അങ്ങനെയാണ്. വാക്കുകളിലൂടെ പറയുക അസാധ്യമാണ്. സിനിമ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രം അത്തരമൊരു അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. കിഷ്കിന്ധാകാന്ഡം മലയാള സിനിമയിൽ ഈ സിനിമയൊരു റെയർ പീസാണെന്ന് പറയേണ്ടി വരും. അത്രത്തോളം മനോഹരമായാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു സിനിമയെ വളരെ മനോഹരമാക്കാൻ കഥാകാരനും സംവിധായകനും ഒക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ബാഹുൽ രമേശ് എന്ന വ്യക്തിയാണ് തിരക്കഥയും കഥയും ഛായാഗ്രഹണവും എന്നിവ തയ്യാറാക്കിയിരിക്കുന്നത്. അത് വളരെ മനോഹരമായി തയ്യാറാക്കിയിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ കഥയിൽ നിന്ന് ഒരിക്കലും ഒരു പ്രേക്ഷകൻ പുറത്തു പോകാത്ത രീതിയിലാണ് ഈ സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ദൃശ്യത്തെയും മെമ്മറീസിനെയൊക്കെ നമ്മൾ ഒരു ത്രില്ലർ ജോണറിൽ പെടുത്തിക്കൊണ്ട് നമ്മൾ ആ സിനിമയൊക്കെ ഏറ്റെടുത്തുവെങ്കിൽ ഒരുപക്ഷെ കിഷ്കിന്ധാകാന്ഡവും വരുന്ന ആളുകളിൽ വലിയ രീതിയിൽ ചർച്ചയാകും. കാരണം അത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു പക്കാ സസ്പെൻസ് ത്രില്ലർ അല്ല എങ്കിൽ കൂടിയും നമുക്ക് ആ സിനിമയോട് എന്തോ ഒരു അടുപ്പം തോന്നും. ആ സിനിമയ്ക്കുള്ളിലേക്ക് നമ്മൾ എത്തുന്നത് പോലെ തോന്നും. ഒരു പ്രേക്ഷകനെ സിനിമയ്ക്കുള്ളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു സിനിമയിൽ തിരക്കഥയ്ക്കും കഥയ്ക്കും ഒക്കെയുള്ള പ്രാധാന്യം പറഞ്ഞ്, അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു പ്രാധാന്യത്തോടു കൂടി ആ കഥയിലൂടെ, തിരക്കഥയിലൂടെ, സിനിമയിലൂടെ പ്രേക്ഷകനെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് കയ്യടി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ കയ്യടി അറിയിക്കുന്ന ഒരു രചനാശൈലി തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന സിനിമ ക്ലൈമാക്സ് വരെ നിലനിർത്തുന്ന ആ ഒരു നിഗൂഢത, ആ നിഗൂഢതയാണ് ഇതിൻ്റെ കാതലായി വരുന്നത്. അതായത് ആ സിനിമയിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നിഗൂഢമായൊരു സ്വഭാവം തന്നെയാണ്. പ്രേക്ഷകന് എവിടെയെങ്കിലും ഒരു മടുപ്പ് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ വളരെ മനോഹരമായി, വളരെ ബ്രില്യൻ്റായി തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ സഹായത്തോടു കൂടി ഈ സിനിമ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. അഭിനയത്തിൽ വിജയരാഘവൻ്റെ കയ്യിൽ ഇനിയും കുറേയേറെ കാര്യങ്ങൾ, കുറേയേറെ മരുന്നുകളുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയരാഘവൻ തകർത്തിട്ടുണ്ട്. ചില സീനുകളിൽ ആ അഭിനയ മികവ് കാണാൻ കഴിയും. സിനിമയുടെ പ്രത്യേക സന്ദർഭത്തിൽ, അതായത് അവസാനത്തോടെ എത്തുമ്പോൾ വിജയരാഘവൻ്റെ ഒരു അസാമാന്യ പ്രകടനം കാണാനാകും. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു വാക്കിലൂടെ പോലും, ഒരു സംഭാഷണം പോലും ഇല്ലാതെ ഒരൊറ്റ നോട്ടത്തിലൂടെ, ആ മാനറിസത്തിലൂടെ, തൻ്റെ അപ്പിയറൻസിലൂടെ താൻ അവിടെ പ്രകടമാക്കുന്ന ചില ഒരു അസാമാന്യമായിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ ചില അഭിനയ പ്രകടനങ്ങളിലൂടെ വിജയരാഘവൻ പ്രേക്ഷകനെ ഒന്നടങ്കം തന്നെ ത്രസിപ്പിക്കുകയാണ്, വിസ്മയിപ്പിക്കുകയാണ്. കാരണം ആ ഒരു സീനിൽ നമുക്ക് വിജയരാഘവൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ കഴിയില്ല. അവിടെ ആ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു നടനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ആസിഫ് അലിയും ഒട്ടും മോശമല്ല. പ്രകടനം കൊണ്ട് ഞെട്ടിക്കുന്നുണ്ട് ആസിഫ് അലി. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുക്കുന്ന രംഗങ്ങളിൽ വളരെ മനോഹരമായി, നമുക്ക് മുമ്പ് കെട്ടികളണൻ്റെ മാലാഖയെ, ശ്രീവാച്ചിനെയൊക്കെ കണ്ടതുപോലെ ഒരുപക്ഷെ ഇതിലെ കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയും. ആസിഫ് അലി വളരെ മനോഹരമായി തന്മയത്വത്തോടു കൂടി തന്നെ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ജഗദീഷ്, അശോകൻ എന്നിവരുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ്. മുൻപിറങ്ങിയ പല സിനിമകളിലും ജഗദീഷ് തൻ്റെ ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല. കാരണം സിനിമയിൽ ജഗദീഷ് ഉണ്ടെങ്കിൽ ജഗദീഷിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ആ ക്യാരക്ടർ അത് കൃത്യമായിരിക്കും, അല്ലെങ്കിൽ അത് മനോഹരമായി അദ്ദേഹം അവതരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഇവിടെ എത്തുമ്പോഴും ആ ഒരു കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടി, വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ ജഗദീഷ് അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്നെടുത്ത് പറയേണ്ടത് അശോകൻ്റെ പ്രകടനമാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് അശോകൻ്റെ ഒരു മനോഹരമായ പ്രകടനം ഒരു സിനിമയിൽ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് നായികയായി എത്തുന്ന അപർണയുടെ പ്രകടനം. അപർണയും ഇതുപോലെ ഈ പറഞ്ഞ വ്യക്തികളെ പോലെ തന്നെ അഭിനന്ദനാർഹം അറിയിക്കുന്ന, അല്ലെങ്കിൽ അഭിനന്ദനാർഹമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. സിനിമയിലെ മറ്റൊരു ഹൈലൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. മുജീബ് മജീദ് എന്ന ഈ വ്യക്തി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നൊരു വിധം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിനിമയിൽ പല ലെയറുകളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ സിനിമ കണ്ടാൽ മാത്രമേ അറിയൂ, അല്ലെങ്കിൽ ആ ലെയറിൽ എന്താണ് സൂചിപ്പിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ ഈ കിഷ്കിന്ധാകാന്ഡത്തിൽ ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതിൽ കുറേ കുരങ്ങുകളെ കാണിക്കുന്നുണ്ട്. അതിലൂടെ ആ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഒരു നിഗൂഢ സ്വഭാവം ആ ട്രെയിലർ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. ക്ലൈമാക്സ് എത്തുന്നവരെ നമുക്ക് ആ നിഗൂഢ സ്വഭാവം ഈ സിനിമയിലുടനീളം കാണാൻ കഴിയും. ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രകടനങ്ങൾ കൊണ്ട് മിന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. അതുപോലെ പ്രകടനത്തിനേക്കാൾ ഉപരിയായി ഈ സിനിമയുടെ ഏറ്റവും വലിയ കാതലായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ താങ്ങായി നിൽക്കുന്നത് ഇതിൻ്റെ കഥയും തിരക്കഥയും തന്നെയാണ്. ഒരുപക്ഷെ സിനിമയോടൊപ്പം അതിനേക്കാൾ ഉപരി സിനിമയ്ക്കുള്ളിലേക്ക് പ്രേക്ഷകനെ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ പ്രകടനത്തോടൊപ്പം തന്നെ തിരക്കഥയും കഥയും സംവിധാനവും മികവുറ്റതാകുമ്പോൾ കിഷ്കിന്ധാകാന്ഡം ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവമാകുന്നു.